ഈ ദിവസം ഞാൻ നോമ്പ് നോറ്റത് വെളുത്ത ബ്രെഡ് ഉപയോഗിച്ചിട്ടായിരുന്നു. അപ്പോൾ ചിലരൊക്കെ പറഞ്ഞു അന്ന് ഞാൻ വീറ്റ് ബ്രെഡ് കിട്ടാത്തതുകൊണ്ടാണ് വെളുത്ത ബ്രെഡ് ഉപയോഗിച്ചത്. ഇന്ന് എനിക്ക് വീറ്റ് ബ്രെഡാണ് കിട്ടിയത് കേട്ടോ. എന്തുകൊണ്ടാണ് നോമ്പ് എന്ന് നോക്കുമ്പോൾ ഞാൻ വീറ്റ് ബ്രെഡ് സെലക്ട് ചെയ്തതെന്ന് അറിയാമോ? രണ്ടിലും കലോറീസൊക്കെ സെയിം തന്നെയാണ്. എന്തുകൊണ്ടാണ് വൈറ്റ് ബ്രെഡിന് പകരം ഈ വീറ്റ് ബ്രെഡ് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്നത്? വൈറ്റ് ബ്രെഡിൽ നിന്ന് ഈ നാര് മുഴുവനും കളഞ്ഞത് കൂടുതലാണെന്നുള്ളതാണ്. അത് റിഫൈൻ ചെയ്തെടുക്കുന്നത് കൂടുതലാണ്. അതിൽ നാര് അധികം ഉണ്ടാവില്ല. പിന്നെ ഇതിൽ ഷുഗർ ഇപ്പോൾ ഇതിലില്ല. പിന്നെ അപ്പം കലോറി സെയിം ആണെങ്കിലും നാര് ഇതിൽ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റ് ബ്രെഡിൽ ഒരുവിധം ന്യൂട്രിയൻസൊക്കെ ഇതിന് അരിച്ചെടുത്തിട്ടാണ് കൊടുക്കുക. അതിൻ്റെ ചണ്ടിയാണ് വൈറ്റ് ബ്രെഡ് എന്നാണ്. ഇതിലാകുമ്പോൾ അതിൻ്റെ നാരും ന്യൂട്രിയൻസും സംരക്ഷിച്ചിട്ടാണ് തരുന്നത്. ഈ വീറ്റ് ബ്രെഡിൽ അല്ലെങ്കിൽ ഗോതമ്പ് ബ്രെഡിൽ കൂടുതൽ നാരുള്ളതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഡൈജഷനും നമ്മുടെ ഷുഗർ നിയന്ത്രണത്തിനും ഹെൽപ്ഫുള്ളാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഷുഗർ പെട്ടെന്ന് കൂട്ടുമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോതമ്പ് ബ്രെഡിൽ ഇത് വളരെ കുറവാണ്. അപ്പോൾ ഒരു പ്രമേഹത്തിൻ്റെ ഒരു സ്പൈക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുന്നത്, ഷുഗറിൻ്റെ സ്പൈക്ക് ഉണ്ടാവുന്നത് ഇതുകൊണ്ടുണ്ടാവില്ല. മറ്റൊന്നുകൊണ്ട് തല തിരിച്ചാൽ അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലാണ്. പിന്നെ ഇന്നിപ്പം നോമ്പ് നോൽക്കാണ്. അപ്പോൾ എൻ്റെ വയറ് കുറേ നേരത്തേക്ക് ഫില്ല് ചെയ്ത് നിൽക്കാൻ ഈ വീറ്റ് ബ്രെഡ് കൊണ്ട് സാധ്യമാവുന്നതാണ്. പിന്നെ നമുക്ക് പ്രമേഹം, ഹൃദ്രോഗങ്ങൾ വരുന്നത് തടയാനൊക്കെ ഈ ഗോതമ്പ് ബ്രെഡ് കഴിക്കണം. ഇത് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹോൾ വീറ്റ് ബ്രെഡ് തിരഞ്ഞെടുക്കാൻ വേണ്ടി നോക്കാം. കാരണം ഇതിൽ ചെയ്ത് റിഫൈൻ ചെയ്ത് വരുന്നുണ്ട്. അങ്ങനത്തെ അല്ല എന്നുള്ളത് നിങ്ങൾ ആ പ്രൊഡക്റ്റ് നോക്കിയിട്ട് ചെയ്യാം.